Hi friends, welcome to our channel. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു DIY ആണ്. നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടി ജെല്ലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളതെന്ന് പറയാം. ഇതിലേക്ക് മെയിൻ ആയിട്ട് 4 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഒന്ന് കറ്റാർവാഴയുടെ ജെല്ല്, പിന്നെ കുക്കുംബർ ജ്യൂസ്, പിന്നെ വേണ്ടത് കസ്തൂരി മഞ്ഞൾ, പിന്നെ ബദാം ഓയിൽ. ഈ 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ കറ്റാർവാഴയുടെ ജെല്ല് നമുക്ക് നന്നായിട്ട് സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും പിന്നെ നമ്മുടെ പിമ്പിൾസ് കാര്യങ്ങൾ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ കക്കിരിയുടെ ജ്യൂസ്, അതായത് കുക്കുംബർ ജ്യൂസ് നമ്മുടെ പഫിനെസ്, കണ്ണിന്റെ താഴെയുള്ള പഫിനെസ് കാര്യങ്ങൾ അതൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ സ്കിന്ന് നല്ല സ്മൂത്ത് ചെയ്യാനും വൈറ്റൻ ചെയ്യാനും ഒക്കത്തിന് നല്ലതാണ്. കസ്തൂരി മഞ്ഞളും അതേപോലെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും നല്ല സാധനമാണ്. പിന്നെ ബദാം ഓയിൽ നമ്മൾ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട് ബദാം ഓയിൽ. അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ എടുക്കുന്നത്, ബദാം ഓയിൽ എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് കക്കിരിയും പിന്നെ അലോവേര ജെല്ലുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം ഞാൻ അലോവേരയുടെ 2 ലീഫ് നാച്ചുറലായിട്ട് കിട്ടുന്ന അലോവേരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള അലോവേര കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന അലോവേര ഏതാണോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെത് സെലക്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എനിക്ക് നാച്ചുറൽ ആയത് കിട്ടിയത് കൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് എടുക്കണം. അതുപോലെ കക്കിരിയുടെ ജ്യൂസ്, കക്കിരി ഒരു ചെറിയ കക്കിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കുക്കുംബർ, അതിൻ്റെ ജ്യൂസും കൂടി എടുക്കാനുണ്ട്. അപ്പം ഇത് രണ്ടും നമുക്ക് എടുക്കാം, സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കറ്റാർവാഴയുടെ ജെല്ല്, ഇത് കുക്കുംബർ ജ്യൂസ്, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബദാം ഓയിലാണ്. ബദാം ഓയിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പതഞ്ജലിയുടെ ബദാം ഓയിലാണ്. പിന്നെ കസ്തൂരി മഞ്ഞളുടെ പൊടി. ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ജെല്ല് ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ളത്. അപ്പം ഞാൻ കുക്കുംബർ ജെല്ലിലേക്ക് ഈ കറ്റാർവാഴയുടെ ജെല്ല് മിക്സ് ചെയ്യാണിപ്പോൾ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ടും എടുക്കാം. പക്ഷെ മിക്സിയിലിട്ട് അടിച്ചെടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ ജെൽ കൺസിസ്റ്റൻസി അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നേരിട്ട് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കറ്റാർവാഴയുടെ ജെല്ല് പീസ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. അപ്പം അതെല്ലാം നല്ല ഉടച്ചിട്ട് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ ആവണം. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യാം. ഒരു ചെറിയ സ്പൂൺ ആൽമണ്ട് ഓയിൽ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ബദാം ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഇതിലേക്ക് ഞാൻ കസ്തൂരി മഞ്ഞളുടെ പൊടി ആഡ് ചെയ്യാണ്.
കസ്തൂരി മഞ്ഞളാണ് എടുക്കുന്നത്. നമ്മുടെ സാധാരണ പച്ചമഞ്ഞളുടെ പൊടിയല്ല എടുക്കുന്നത്. അത് വളരെ കുറച്ചെടുത്താൽ മതി. കാരണം ചിലർക്ക് കസ്തൂരി മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു പുകച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മുഖത്ത്. അപ്പം അങ്ങനെയുള്ളവർ ഇത് യൂസ് ചെയ്യേണ്ട, ഓപ്ഷണലാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഇട്ടാൽ മതി കസ്തൂരി മഞ്ഞളുടെ പൊടി. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് ബ്യൂട്ടി ജെല്ല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇവിടെ ഞാൻ പഴയ ഒരു ക്രീമിൻ്റെ ഒരു ബോട്ടിലാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഞാനിത് ഒഴിച്ചു വെക്കുകയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 20 മുതൽ 25 ദിവസം വരെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇത് എടുത്തത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി എനിക്ക് ബാക്കിയുണ്ട്. നമുക്ക് എന്തായാലും ഒരു 25 ദിവസം, മാക്സിമം പോയ 25 ദിവസം ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടൻസ് നിങ്ങൾ എടുത്താൽ മതി, അതിനനുസരിച്ചുള്ള അളവിൽ എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾക്ക് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം, ഡേ ക്രീമായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ ബ്യൂട്ടി ജെല്ല്. നിങ്ങൾക്ക് എന്തായാലും സ്കിന്നിൽ നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഡേ ക്രീമായിട്ടോ നൈറ്റ് ക്രീമായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ ക്രീം യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡേ ക്രീം ആയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വെയിലത്തേക്ക്, അതായത് പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ സ്കിന്ന് ഡാർക്കനായി പോകാൻ ചാൻസ് ഉണ്ട് വെയിൽ കൊള്ളുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഒരു ½ ആൻ അവർ ടൈം പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചാനൽ ഉണ്ടെന്നുള്ളത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.